അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മുഹമ്മദ്. നമ്മൾ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നാം ചർച്ച ചെയ്തത്. അതിൽ ആപ്ലിക്കേഷൻ്റെ സമയത്ത്, അപേക്ഷിക്കേണ്ട സമയത്ത് ആദ്യമായി ഈ കാൻഡിഡേറ്റ് ലോഗിൻ ആണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അപേക്ഷയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് നമ്മളുടെ കരുതലുകൾ എന്തൊക്കെയാണെന്നുള്ളത് കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ ബോണസ് പോയിൻ്റുള്ള സർട്ടിഫിക്കറ്റുകൾ, അതേപോലെ തന്നെ നമ്മളെ മാർക്ക് ലിസ്റ്റുകൾ, ഇങ്ങനത്തെ സംഗതികളൊക്കെ അതിന് ഒരുങ്ങി. പിന്നെ അതിന് മുമ്പ് തന്നെ ഏതൊക്കെ സബ്ജക്റ്റ് കോമ്പിനേഷനുകളാണ് അത് നമ്മുടെ അഭിരുചി അനുസരിച്ചുകൊണ്ട് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ഇതിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അപേക്ഷ സമർപ്പണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് അപേക്ഷിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ശരിക്കും നമ്മളെ പ്രേക്ഷകരോട് പറയേണ്ട ഒരു കാര്യം അതിൻ്റെ ഒരു ഡേറ്റാണ്. അതായത് ഏത് മുതൽ ഏത് വരെയാണ് അപേക്ഷിക്കേണ്ടത്, അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സൊക്കെ നടക്കുന്ന ഡേറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞാൽ അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു. മെയ് 14 മുതൽ 20 വരെ ഈ ദിവസങ്ങളിലാണ് അപേക്ഷിക്കാനുള്ള സമയം. അതിൽ ശ്രദ്ധിക്കേണ്ടത് അവസാന ദിവസത്തേക്കോ അവസാന സമയത്തേക്കോ നീട്ടിയാൽ നെറ്റ്വർക്ക് പ്രശ്നമോ അല്ലെങ്കിൽ ഓൺലൈനിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രയാസമാവും. അപ്പോൾ മാക്സിമം നേരത്തെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള ഒരു കരുതൽ നമ്മൾ എടുക്കുക. പിന്നെ മെയ് 24 ട്രയൽ അലോട്ട്മെൻറ്റാണ്. അതായത് നമ്മൾ കൊടുത്ത അപേക്ഷയുടെ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരും. നമുക്ക് പരിശോധിക്കാം നമ്മുടെ നിലവിലുള്ളത് പ്രകാരം എവിടെയാണ് നമുക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുക എന്ന് പരിശോധിക്കാം. അതേപോലെ തന്നെ നമ്മുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഈ അലോട്ട്മെൻറ്റ് നമ്മൾ ഓപ്ഷൻ കൊടുത്തതിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടോ ഒക്കെ നോക്കാനുള്ള ഒരു അവസരമാണ് 24. അതിൽ തിരുത്താനുള്ള അവസരമുണ്ട്. അതിനുശേഷം നമ്മുടെ അപേക്ഷയിൽ പിന്നീട് തിരുത്താൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ട്രയൽ അലോട്ട്മെൻറ്റും അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പിന്നെ ജൂൺ 2 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം 2-3 അലോട്ട്മെൻറ്റുകൾ ഉണ്ടാകും. മൂന്നാമത്തെ അലോട്ട്മെൻറ്റോട് കൂടി 1ാം ഘട്ട അലോട്ട്മെൻറ്റുകൾ അവസാനിക്കുകയും പിന്നെ ബാക്കിയുള്ള സീറ്റുകൾ എവിടെയൊക്കെ ഉള്ളത് അതിലേക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ഉണ്ടാകും. അങ്ങനെയാണ് നിലവിലുള്ള ടൈം ഷെഡ്യൂൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഡേറ്റുകളാണ് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ആ സമയങ്ങളിൽ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അതിൽ പിന്നെ അപേക്ഷിക്കുകയാണ്, നമ്മൾ അപേക്ഷയിലേക്ക് പ്രവേശിക്കുകയാണ്. അപേക്ഷിക്കുമ്പോൾ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മൾ പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കാൻഡിഡേറ്റ് ലോഗിൻ, ആ ലോഗിനിൽ നമ്മൾ വീണ്ടും പ്രവേശിക്കണം. ലോഗിനിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, നേരത്തെ നമുക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തപ്പോൾ ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പർ, അതേപോലെ നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുക, പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പാസ്വേഡ്, ഇതിലൂടെയാണ് ഒരു കുട്ടിയുടെ അപേക്ഷ സമർപ്പണത്തിലേക്കുള്ള ലോഗിൻ ചെയ്യുന്നത്. ആ ലോഗിൻ ചെയ്താൽ അപ്ലൈ ഓൺലൈൻ എന്ന ഒരു ബട്ടൺ കാണാം. അവിടെ അമർത്തുന്നതോടുകൂടി നമുക്ക് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിക്കാം. അതിൽ നമ്മുടെ SSLC രജിസ്റ്റർ നമ്പർ ചേർക്കുന്നതോടുകൂടി SSLCയുമായി ബന്ധപ്പെട്ട മാർക്കുകൾ, ഗ്രേഡുകൾ, നമ്മുടെ അഡ്രസ്സ്, അതേപോലെയുള്ള ഡാറ്റകളെല്ലാം കൃത്യമായി HS ക്യാപ്പിൽ വരും. അതിൽ വന്നു. അത് വന്നതിന് ശേഷം പിന്നീട് നമുക്ക് ബാക്കി പിന്നീട് നമ്മൾ കാറ്റഗറികൾ അത് ഓൾറെഡി ഉണ്ടാവും. അതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അത് കാറ്റഗറി തിരഞ്ഞെടുക്കുമ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പലപ്പോഴും പല ആളുകളുടെയും അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കാറ്റഗറിയാണ്. വളരെ ലാഘവത്തോടു കൂടി കാറ്റഗറികൾ തിരഞ്ഞെടുക്കുകയും ടിക്ക് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് തെറ്റായ അവരുടെ SLC ബുക്കിൽ രേഖപ്പെടുത്തിയതിന് വിപരീതമായ രൂപത്തിലുള്ള കാറ്റഗറിയിലായിരിക്കും അവർക്ക് അഡ്മിഷൻ കിട്ടുക. അത് പ്രകാരം അഡ്മിഷൻ നൽകാൻ സ്ഥാപനങ്ങൾക്ക് കഴിയാതെ വരും. അങ്ങനെ അർഹതപ്പെട്ട അഡ്മിഷൻ നഷ്ടമാകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്രേഡിലൊന്നും മാറ്റങ്ങൾ വരില്ല. കാരണം കൃത്യമായ വിവരം, ഡാറ്റകൾ അതിൽ ഡയറക്റ്റായിട്ട് തന്നെ വരും. എന്നാൽ ഈ SC, SC, ST, അതേപോലെ OBC, OEC പോലുള്ള കാറ്റഗറികൾ അതിൽ ചില വ്യത്യാസങ്ങൾ അപേക്ഷാ സമയത്ത് വരാറുണ്ട്. അത് ശ്രദ്ധിക്കണം.
അതിലിപ്പോൾ നമ്മൾ ഈ പിന്നെ അതിന് പ്രൂഫായിട്ട് ശരിക്കും SSLC പുസ്തകം മതി. മാത്രം SSLC മതി. ബുക്കിൽ രേഖപ്പെടുത്തിയ കാറ്റഗറി മതി, അത് മതി. അല്ലാത്ത അതല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ SSLC ബുക്കിൽ രേഖപ്പെടുത്തിയത് വിഭിന്നമായ ഇത് നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അത് മറ്റു ഈക്വലൻസി സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ അത് വേണ്ടി വരില്ലേ? ഏതൊരു അതായത് SSLC ബുക്ക് മാത്രം മതി. ആ. ഇനി അതല്ലാതെ CBSE പോലെയുള്ള അതർ ആ. ഈക്വലൻസി സർട്ടിഫിക്കറ്റുകളാണെങ്കിൽ അതിൽ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. നമ്മൾ ഏതെങ്കിലും പിന്നെ കാറ്റഗറിയുടെ ആനുകൂല്യം നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അതേപോലെ തന്നെ ഇപ്പോൾ ഈ SC ST പോലെയുള്ള പിന്നെ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ ശരിക്കും എന്താ വെച്ചാൽ ഗവൺമെൻറ് ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവൈലബിൾ, അത് ലഭിക്കാൻ വേണ്ടി എന്താ വെച്ചാൽ ഇവരുടേതായിട്ടുള്ള ബോർഡുകളുടെ സർട്ടിഫിക്കറ്റ് തന്നെ ഹാജരാക്കുകയും വേണമല്ലോ. തീർച്ചയായും അത് അഡ്മിഷൻ്റെ സമയത്ത് കൊണ്ടുവന്നാൽ ഈ ഫീസിൽ ഇവർക്ക് ഇളവ് ലഭിക്കുമെന്ന കാര്യത്തിൽ പ്രത്യേകം ഇവർ ശ്രദ്ധിച്ചാൽ നന്നാവുമെന്ന് തോന്നുന്നു. ഈ അഡ്മിഷൻ പ്രോസസ്സ് നമ്മൾ പൂർത്തിയാക്കിയില്ല. ആപ്ലിക്കേഷൻ പ്രോസസ്സ്, അതിൽ ആപ്ലിക്കേഷൻ നമ്മൾ ഡാറ്റകൾ കൊടുത്തു കഴിഞ്ഞ് പിന്നീടുള്ളത് ഓപ്ഷനുകൾ നൽകലാണ്. ഓക്കെ, അവിടെയാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. നേരത്തെ നമ്മൾ ഒന്നാമത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ കുട്ടി ഉദ്ദേശിക്കുന്ന ഏറ്റവും ഒന്നാമത്തെ ഓപ്ഷൻ ഏതാണോ, അതിൽ കുട്ടി പഠനം തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കോഴ്സ് അല്ല ഒന്നാമത്തെ സ്കൂൾ ഏതാണോ അതാണ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ കുട്ടിയുടെ താല്പര്യത്തിനും അഭിരുചിക്കും അനുസരിച്ചുള്ള ഓപ്ഷനുകൾ 1, 2, 3 എന്ന രൂപത്തിൽ നൽകുകയാണ് വേണ്ടത്. മറ്റത് ഈ അപേക്ഷ നൽകുന്ന ആൾ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ താല്പര്യത്തിനനുസരിച്ച് എല്ലാം ഒരു സ്കൂൾ തന്നെ ഇതാക്കുക, അല്ലെങ്കിൽ 1, 2 സ്കൂൾ മാത്രം സെലക്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഒരു പക്ഷേ അത് അഡ്മിഷനെ ബാധിക്കാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹ്യൂമാനിറ്റീസിൽ 11 എന്നുള്ള നമ്പർ ഹ്യൂമാനിറ്റീസാണ്. അതിൽ ഹിസ്റ്ററി അതേപോലെ തന്നെ അങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്ന സോഷ്യോളജി പിന്നെ പൊളിറ്റിക്സ് ഇതൊക്കെ വരുന്ന ഇതിൽ 11 ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ കുട്ടിക്ക് കിട്ടേണ്ടത് 11 അതേസമയം ഈ കുട്ടി ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുത്തത് 1, 01 എന്ന് പറഞ്ഞാൽ സയൻസാണ്, ബയോളജി സയൻസാണ് അത്. അപ്പോൾ അത് ഫസ്റ്റ് ഓപ്ഷനിൽ അത് കൊടുത്തു. പക്ഷേ ഇവൾ ആഗ്രഹിക്കുന്നത് 11. അങ്ങനെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത് അലോട്ട്മെൻറ്റിൽ ഇവൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടി. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയാൽ പിന്നെ ഹയർ ഓപ്ഷനിൽ കാത്തിരിക്കാൻ കഴിയില്ല, പിന്നെ ഒരിക്കലും മാറാൻ കഴിയില്ല. അതിൽ തന്നെ ഫീസ് അടച്ച് ചേരണം. അപ്പോൾ ആ ഒരു അബദ്ധം പലപ്പോഴും കുട്ടികൾക്ക് സംഭവിക്കാറുണ്ട്. അതായത് ഫസ്റ്റ് ആഗ്രഹിക്കുന്ന കോഡ് എന്താണോ അത് കുറേ താഴോട്ട് വരികയും, നമ്മൾ നേരത്തെ പറയാൻ വിട്ടൊരു സംഗതിയാണ് ഈ സ്കൂൾ കോഡും കോമ്പിനേഷൻ കോഡും. അത് നേരത്തെ ഒന്ന് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നോക്കിയെടുക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഈ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ അപേക്ഷ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകൾ, ആ സ്കൂളുകളുടെ കോഡ് ഒരു 5 അക്ക അല്ലെങ്കിൽ 4 അക്ക നമ്പർ ആയിരിക്കും ഉണ്ടാവുക. ആ കോഡുകൾ ഏതൊക്കെയാണ്, പിന്നെ സ്കൂളിൻ്റെ കോഡ് ഏതാണ്, ആ സ്കൂളുകളുടെ നമ്മൾ അപേക്ഷ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകളുടെ കോഡുകൾ നമ്മൾ നേരത്തെ എഴുതി വെക്കുക. അതല്ലെങ്കിൽ കോഡിൽ ഒരു അക്കൊക്കെ മാറിയാൽ ജില്ലയുടെ 2 അറ്റത്തൊക്കെ പോകും. ഇങ്ങേ അറ്റത്തുള്ള ഒരു കുട്ടി ചിലപ്പോൾ ജില്ലയുടെ അങ്ങേ അറ്റത്തുള്ള സ്കൂളിൽ പോയി ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ സ്കൂൾ കോഡുകൾ തെറ്റാതെ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ സയൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഇതിലേതിനാണോ കുട്ടി ചേരാൻ ഉദ്ദേശിക്കുന്നത് ആ കോഴ്സിൻ്റെ കോഡ് നേരത്തെ നമ്മൾ പറഞ്ഞ 01 മുതൽ 09 വരെയുള്ളത് സയൻസാണ്. 10 മുതൽ 35 വരെ, അതേപോലെ 40 മുതൽ 46 വരെയുള്ള കോഡുകൾ ഹ്യൂമാനിറ്റീസാണ്. 36, 37, 38, 39 കോഡുകൾ കൊമേഴ്സുമാണ്. അപ്പോൾ ഏത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കൂളിലുള്ള കോഴ്സ്, ഏതൊക്കെ കോഡിലുള്ള കോഴ്സുകളാണ് എന്ന് മുൻകൂട്ടി കണ്ടെത്തി ആ സ്കൂളിൻ്റെ കോഡും കോഴ്സിൻ്റെ കോഡും ഒന്ന് റഫായിട്ട് എഴുതി വെച്ച് അപേക്ഷിക്കാനിരിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ നമ്മളെ നാട്ടിൽ നമ്മളെ കുട്ടികൾക്കൊക്കെ സംഭവിക്കുന്ന വലിയൊരു അബദ്ധമാണ് ഈ രംഗം. അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ഇൻ്റർനെറ്റ് കഫേയിലൊക്കെ പോയി, അതുപോലെ തന്നെ അക്ഷയയിലൊക്കെ പോയി, അപ്പോൾ ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള ടെക്കി എന്ത് ചെയ്യും, അവന് പെട്ടെന്ന് അവൻ്റെ പണി കഴിയണം. അതുകൊണ്ട് തന്നെ അവർ നേരിട്ട് വന്നിട്ട് അവർ കുട്ടികളുടെ റെഡിമെയ്ഡായി ഉണ്ടാക്കിയ കുറച്ച് അതങ്ങനെ അടിച്ചു വിട്ടിട്ട്
എന്നിട്ട് ഈ കുട്ടി പിന്നെ അഡ്മിഷൻ സമയത്താണ് ഇവനാകെ പ്രയാസപ്പെടുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രക്ഷിതാക്കളോടും കുട്ടികളോടും നമുക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ള സംഗതി, ഏതാണോ വിഷയം പഠിക്കുന്നത് ആ വിഷയത്തിൻ്റെ കോമ്പിനേഷൻ എന്താണെന്നുള്ളത് പഠിക്കുക, മനസ്സിലാക്കുക, അത് എഴുതി വെക്കുക. അപേക്ഷാ സമയത്ത് ഇതേപോലെ തിരക്കുള്ള സമയത്താണെങ്കിൽ പോലും ശ്രദ്ധയോടുകൂടി ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ളൊരു നിർദ്ദേശം നമ്മുടെ പിന്നെ ഈ രക്ഷിതാക്കൾ രംഗത്തുള്ള വേറൊരു അബദ്ധം സാധാരണ വരാറുള്ളത്, ആവശ്യമില്ലാത്ത ഒരുപാട് ഓപ്ഷനുകൾ കൊടുക്കും. അതെ, അതായത് കുട്ടിക്ക് യാത്ര ചെയ്തെത്താൻ പറ്റാത്ത ഒരുപാട് സ്ഥലത്ത്, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലൊക്കെ എടുത്ത് വെച്ചാൽ അട്ടപ്പാടിയിലൊക്കെ ഉള്ള ഓപ്ഷനുകൾ കൊടുക്കും. അതുപോലെ മലപ്പുറം ജില്ലയിലാണെങ്കിൽ തീരദേശ പ്രദേശത്തും ഒക്കെ ഉള്ള ഓപ്ഷനുകളാണ് വെറുതെ കൊടുക്കും. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടും. എന്നിട്ട് ഇവിടെ നിന്ന് പോയി ചേരാൻ പോലും കഴിയാത്ത, ദിവസം എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലത്ത് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യും, എന്നാൽ ചേരാനും കഴിയില്ല. അങ്ങനെ അഡ്മിഷൻ ക്യാൻസൽ ആവുന്നൊരവസ്ഥ. അപ്പോൾ നമുക്ക് എത്തിപ്പെടാവുന്ന, പോയി വരാവുന്ന സ്ഥലങ്ങളിൽ മാത്രം ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളതും ഇതിൽ ശ്രദ്ധിക്കേണ്ടതന്നെ. അപ്പോൾ ഈ നമ്മൾ അപേക്ഷയിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അപേക്ഷ കൊടുക്കുമ്പോൾ ഈ ഓപ്ഷനുകൾ അത് എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യണമെന്നതിനെ കുറിച്ചാണ് ചർച്ച. അതിൽ സ്കൂൾ കോഡ്, അതുപോലെ തന്നെ വിഷയം സബ്ജക്റ്റ് കോഡ്, ഇത് വളരെ കറക്റ്റായി മനസ്സിലാക്കി കൃത്യമായിട്ട് ചെയ്തു. അത് ഒരു റഫായിട്ട് എഴുതുന്നതിന് നല്ലതാണ്. റഫായിട്ട് എഴുതി ഓപ്ഷൻ നമ്പർ 1 ഇന്ന സ്കൂൾ, അതിൽ കോഡ് ഇന്നത്, ഓപ്ഷൻ നമ്പർ 2, അങ്ങനെ നമ്മൾ എഴുതി സൂക്ഷിക്കുന്ന, കയ്യിൽ വെച്ചതിന് ശേഷം ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തെറ്റില്ല. മറ്റത് അവിടെ എത്തി പെട്ടെന്ന് ഓപ്ഷനുകൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത സ്കൂളുകളിലൊക്കെ ഓപ്ഷനുകൾ വരാം. അങ്ങനെ നമ്മുടെ അഡ്മിഷന് പ്രയാസം ഉണ്ടാവാം. അപ്പോൾ ഈ ഓപ്ഷൻ അങ്ങനെ ഒരു കുട്ടി എന്താ വെച്ചാൽ നമ്മൾ സ്കൂൾ കോഡും അതുപോലെ ഓപ്ഷനെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തി, അത് പിന്നെ കുട്ടി ആഗ്രഹിക്കുന്ന ഓരോന്നും അതിൻ്റെ കാറ്റഗറി അനുസരിച്ച് ഓരോന്നും അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് കുട്ടി തയ്യാറാക്കി കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ എങ്ങനെ പ്രവേശിക്കുന്നുള്ളതാണ്. അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ മെയ് 24 നമ്മൾ ട്രയൽ അലോട്ട്മെൻ്റ് ഉണ്ട്. അവിടെ ഇത് പരിശോധിക്കാനുള്ള അവസരം. സാധാരണ കുട്ടികൾ വളരെ അവഗണിക്കാറുള്ള ഒന്നാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നോക്കിയാൽ പോരെ, അത് മെയ് 24 അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ വരും. നമുക്ക് ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ ലോഗിൻ വെച്ച് നമ്മളുണ്ടാക്കിയ പാസ്വേഡ്, അതേപോലെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, ഇത് വെച്ച് നമുക്ക് കയറാം. നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് നോക്കാം നമ്മുടെ അലോട്ട്മെൻറ്റ് എവിടെയാണ്, നമ്മൾ ഒന്നാമതായി കൊടുത്ത നമ്മൾ ആഗ്രഹിച്ച സ്കൂളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടോ, അതല്ല നമുക്ക് എത്രാമത്തെ ഓപ്ഷനാണ് ലഭിക്കുന്നത് എന്നത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ കൊടുത്ത ഓപ്ഷനുകൾ പരിശോധിക്കുക, നമ്മൾ കൊടുത്ത വിവരങ്ങൾ പരിശോധിക്കുക. അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനുള്ള അവസരമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒന്നാമതായി കൊടുത്ത ഓപ്ഷനിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ആ ഓപ്ഷൻ ഒന്ന് മാറ്റി ഫസ്റ്റ് ഓപ്ഷൻ മറ്റൊരു സ്കൂളിൽ കൊടുത്താൽ അവിടെ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ച കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാം. അപ്പോൾ അങ്ങനെയുള്ള തിരുത്തലുകളൊക്കെ വരുത്താനുള്ള അവസരമാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ഈ അഡ്മിഷൻ രംഗത്തുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കാൻ കഴിയും. സാധാരണ കുട്ടികൾ തീരെ അവഗണിക്കുന്ന ഒരു രംഗമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്നത്. ഇതേപോലുള്ള അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ തിരുത്താനുള്ള നല്ലൊരു അവസരം ഉപയോഗപ്പെടുത്തണമെന്നാണ് ശരിക്കും നമുക്ക് കുട്ടികളോട് പറയാനുള്ളത്. കാരണം വെച്ചാൽ അത് തീരെ അവഗണിക്കരുതെന്നാണ്. അല്ലാതെ ഇത് അവർക്ക് വിചാരിച്ച സ്കൂളാണ് ലഭിച്ചതെങ്കിലും, വിചാരിച്ച സബ്ജക്റ്റ് കോഡാണ് അവർക്ക് ലഭിച്ചതെങ്കിൽ പോലും അതൊന്ന് നോക്കി പരിശോധിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ അറിയുന്ന ആളുകളോട് ചോദിച്ച് ചെയ്താലും മതിയല്ലോ. അത് വളരെ ഗൗരവത്തോടുകൂടി പ്രാധാന്യത്തോടുകൂടി കുട്ടികൾ എടുക്കേണ്ട കാര്യമാണെന്നതാണ് സത്യം. ഞാൻ പറഞ്ഞ വെച്ചാൽ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു എക്സ് സർവീസ്മാൻ അതേപോലുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒരു ചെറിയ ബോണസ് അതും അവിടെ അടയാളപ്പെടുത്താനുള്ള ഒരു അവസരമുണ്ട്. ബോണസ് പോയിന്റുകൾ അടയാളപ്പെടുത്താനുള്ള അവസരമുണ്ട് നമ്മൾ അപേക്ഷാ സമയത്ത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണ്, ബോണസ് പോയിന്റുകൾ ഒരു 5-8 കാര്യങ്ങൾക്ക് ബോണസ് പോയിന്റുകൾ ലഭിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ എന്തെങ്കിലും രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മൃത്യു വരിച്ച ജവാന്മാരുടെ മക്കൾ, അവർക്ക് 5 പോയിൻ്റ് ബോണസ് പോയിൻ്റ് ഉണ്ട്. അതേപോലെ എക്സ് സർവീസ്മാൻ അവരുടെ മക്കളാണെങ്കിൽ 3 പോയിൻ്റ് ഉണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, SPC, ഇതിലൊക്കെ പ്രവർത്തിച്ച് നിശ്ചിത സർട്ടിഫിക്കറ്റുള്ള കുട്ടികൾ, അത് പ്രത്യേകം പറയണം, നിശ്ചിത സർട്ടിഫിക്കറ്റുള്ള രാജ്യ പുരസ്കാരമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ
ഉള്ള കുട്ടികൾക്ക് 2 പോയിൻ്റ് ഉണ്ട്. ലിറ്റിൽ കൈറ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾക്ക് 1 പോയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സെയിം സ്കൂളിൽ നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെയാണ് നമ്മൾ +1 അപേക്ഷിക്കുന്നതെങ്കിൽ ആ സ്കൂളിൽ പഠിച്ച കുട്ടിക്ക് 2 പോയിൻ്റ്. അതേപോലെ സെയിം പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതേ കോർപ്പറേഷനിലെ അതേ പഞ്ചായത്തിലെ അതേ മുനിസിപ്പാലിറ്റിയിലെ കുട്ടികളാണെങ്കിൽ അവർക്ക് 2 പോയിൻ്റ് ഉണ്ട്. സെയിം താലൂക്കാണെങ്കിൽ 1 പോയിൻ്റ് ഉണ്ട്. അതേപോലെ SSLC നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. SSLC സ്ട്രീമിൽ പരീക്ഷ എഴുതിയ കുട്ടിയാണെങ്കിൽ, ഗവൺമെൻറ്റിൻ്റെ ബോർഡ് നടത്തുന്ന പരീക്ഷ എഴുതി ജയിച്ച കുട്ടിയാണെങ്കിൽ അവർക്ക് 3 മാർക്ക് ബോണസ് പോയിൻ്റായിട്ട് ലഭിക്കും. ഇത്രയും ബോണസ് പോയിൻ്റുകൾ ഉണ്ട്. അത് നമ്മൾ സാധ്യതയുള്ള ആളുകൾ എന്ത് ചെയ്യണം, അതിൽ ടിക്ക് ചെയ്യണം. ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻ്റ് ആണല്ലോ, അതിൻ്റെ ഡേറ്റൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ശരിക്ക് യഥാർത്ഥ അലോട്ട്മെൻറ്റിലേക്ക് പോവാണ്. അത് അതിൻ്റെ തീയതിയും ജൂൺ 2 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. അത് പ്രകാരം എല്ലാ വർഷത്തെയും പോലെ ജൂൺ 1 വൈകിട്ടോ അല്ലെങ്കിൽ രാവിലെയൊക്കെ ആയിട്ട് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചാൽ നമ്മുടെ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ അലോട്ട്മെൻറ്റ് എവിടെയാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ പോയി പാസ്വേഡും അതേപോലെ ആപ്ലിക്കേഷൻ നമ്പറും എല്ലാ ഇടത്തും, ഇനി ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നടത്തുന്ന എല്ലാ ലോഗിനുകൾക്കും നമ്മുടെ ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെച്ച് തുറന്നാൽ നമുക്ക് എവിടെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് അറിയാം. ഒരു അലോട്ട്മെൻറ്റ് സ്ലിപ്പുണ്ട് 2 പേജുള്ള, അതെടുത്ത് ആ അലോട്ട്മെൻറ്റ് സ്ലിപ്പും അതിൽ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ടാണ് സ്കൂളിൽ നമുക്ക് കിട്ടിയ ഏത് സ്കൂളിലാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ സ്കൂളിൽ അഡ്മിഷൻ പോവേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ ഈ ഓൺലൈൻ ഏകജാലകം വഴി അപേക്ഷിക്കുന്നതിൻ്റെ രീതിയാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. ഇതേപോലെ തന്നെ ഇപ്പോൾ ചില സ്കൂളുകൾ കമ്മ്യൂണിറ്റി ആപ്ലിക്കേഷൻ ഉണ്ട്, അതേപോലെ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ള, ഇപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ ഏതൊരു മതവിഭാഗമാണോ അവരുടെ മാനേജ്മെൻറ്റ്, ഏത് മാനേജ്മെൻറ്റ് അതിൻ്റെ മതവിഭാഗം അനുസരിച്ചുകൊണ്ടാണല്ലോ ആ സ്കൂളിന് കമ്മ്യൂണിറ്റി, പിന്നെ ഏത് കമ്മ്യൂണിറ്റിയുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണോ ആ കമ്മ്യൂണിറ്റിക്കായിരിക്കും അവിടെ 20%. അത് എത്ര? കമ്മ്യൂണിറ്റി 20%. അപ്പോൾ 60 സീറ്റുള്ള ഒരു പിന്നെ കോമ്പിനേഷനിൽ 12 സീറ്റുകൾ കമ്മ്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അപേക്ഷ അതത് പിന്നെ ഈ ഏകജാലകത്തിൽ അപേക്ഷയിലല്ല വരുന്നത്. അതത് സ്ഥാപനങ്ങളിൽ പ്രത്യേകമായ അപേക്ഷകൾ കൊടുക്കണം. ഇപ്പോൾ ഏകജാലകത്തിന് ജില്ലയിൽ ഒരു അപേക്ഷ കൊടുത്താൽ മതി. മലപ്പുറം ജില്ലയിലുള്ളൊരു കുട്ടി മലപ്പുറം ജില്ലയിലെ ഏത് സ്കൂളിലേക്കും ഒറ്റ അപേക്ഷ കൊടുത്താൽ മതി. അവനിഷ്ടമുള്ള സ്കൂളും കോമ്പിനേഷൻ തിരഞ്ഞെടുക്കാം. എന്നാൽ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷിക്കുമ്പോൾ അതത് സ്ഥാപനങ്ങളിൽ പ്രത്യേക അപേക്ഷ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ പിന്നെ മാനേജ്മെൻറ്റിനും ചിലപ്പം ആ ഒരു ആപ്ലിക്കേഷൻ ഫോം തന്നെ പരിഗണിക്കാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് പിന്നീട് അവിടെ പ്രത്യേക റാങ്ക് ലിസ്റ്റ് നിശ്ചയിച്ച് അതിൽ നിന്നാണ്, അതും മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ ഈ ഏകജാലക സംവിധാനം വഴിയല്ല അതിൻ്റെ റാങ്കിങ്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചുകൊണ്ടാണ് ഇവർ പിന്നെ അലോട്ട്മെൻറ്റിനോട് വിളിക്കുക, അതിനനുസരിച്ചാണ് അവർ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ മാനേജ്മെൻറ്റും അങ്ങനെ തന്നെയാണ്. മാനേജ്മെൻറ്റിനും സീറ്റ് അതിൻ്റെ കോട്ട കൊടുത്തിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞ പോലെ 20%, അതായത് 12 സീറ്റ്. 60 ഉണ്ടെങ്കിൽ 12 സീറ്റ്. ആ 12 സീറ്റിൽ മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നവർക്കാണത് ലഭിക്കുക എന്നുള്ളതാണ്. അത് അവർ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കും, ഡിമാൻഡുകൾ വെച്ചുകൊണ്ടായിരിക്കും അവർ പറയാം. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അഡ്മിഷൻ പ്രോസസ്സാണ്. അത് അപേക്ഷ കഴിഞ്ഞു, ഇനി നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അതിൽ കമ്മ്യൂണിറ്റിയും നമുക്കതിൽ വേണമെങ്കിൽ പരിഗണിക്കാം, അതേപോലെ തന്നെ മാനേജ്മെൻറ്റും. ഇങ്ങനെ ഈ അതിലൊരു സീറ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥി അഡ്മിഷന് വേണ്ടി ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ ജൂൺ 2 ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് വരുമ്പോൾ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ലോഗിനിൽ കയറി അലോട്ട്മെൻറ്റ് സ്ലിപ്പുകൾ പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ മൊബൈൽ വെച്ച് തന്നെ നമുക്ക് പരിശോധിക്കാം, നമ്മുടെ പ്രിൻ്റർ വെച്ചിട്ട് പ്രിൻ്റ് എടുക്കാം. 2 പേജുള്ള അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എടുത്ത് നേരത്തെ നമ്മൾ
നൽകിയിരുന്ന സർട്ടിഫിക്കറ്റുകൾ എല്ലാറ്റിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ SSLC അല്ലെങ്കിൽ CBSE സർട്ടിഫിക്കറ്റ്, TEC കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മൾ ബോണസ് പോയിൻറ്റിന് അവകാശം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, ഇതെല്ലാം കൂടിയാണ് നമ്മൾ സ്കൂളിൽ അഡ്മിഷന് വേണ്ടി പോവേണ്ടത്. ഒന്നാം ഓപ്ഷനിൽ തന്നെ കിട്ടിയ കുട്ടിയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ കൊടുത്ത ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെയാണ് നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരപ്രവേശനം പെർമനൻ്റായിട്ട് നമ്മളവിടെ ചേരണം, ഫീസ് അടച്ച് ചേരണം. അപ്പോൾ രക്ഷിതാവ് വേണം, ഫീസ് വേണം, ഫീസ് അടക്കണം, അങ്ങനെയാണ് ചേരേണ്ടത്. ഇനി ഫസ്റ്റ് നമ്മൾ നൽകിയ 1ഉം 2ഉം ഒന്നല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്, 1ൽ താഴെയുള്ള ഏതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മളെ അഡ്മിഷൻ ലഭിക്കുന്നത് വരെ കാത്തിരിക്കാനുള്ള അവസരമുണ്ട്. 1ഉം 2ഉം അലോട്ട്മെൻറ്റുകൾ നമുക്ക് താൽക്കാലികമായി ചേർന്ന് നമ്മളുദ്ദേശിച്ച സ്കൂളിൽ നമ്മളുദ്ദേശിച്ച കോഴ്സിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുന്നത് വരെ കാത്തിരിക്കാനുള്ള അവസരമുണ്ട്. അതാണ് താൽക്കാലിക അഡ്മിഷൻ, ടെമ്പററി അഡ്മിഷൻ. അതിൽ നമ്മൾ പിന്നെ അലോട്ട്മെൻറ്റ് സ്ലിപ്പിൽ സാധാരണ അവിടെ അടക്കുന്ന ഫീ, അതുപോലെ PTA ഫണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളുടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംഗതി അതിൽ തന്നെ ഉണ്ട്. അതിലുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാതെ തന്നെ ശരിക്കും അത് നോക്കിയാൽ തന്നെ എത്ര റുപ്യ അടക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിവരമുണ്ട്. അതും വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നന്നാവും. അതിൽ പിന്നെ ആധാർ നമ്പർ കൊടുക്കാനുണ്ട്, കുട്ടികളുടെ SSLCയുമായി ബന്ധപ്പെട്ട SSLC രജിസ്റ്റർ നമ്പറുകൾ ഉണ്ട്, പിന്നെ കുട്ടി ഓപ്റ്റ് ചെയ്യുന്ന സെക്കൻഡ് ലാംഗ്വേജ് പൂരിപ്പിക്കാനുണ്ട്, രക്ഷിതാവും കുട്ടി ഒപ്പുവെക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. അതെ. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ താൽക്കാലിക അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു കുട്ടി വിചാരിച്ച ഈ എത്രാമത്തെ ഓപ്ഷനാണ് കുട്ടിക്ക് ലഭിച്ചതെന്നുള്ളത് ശരിക്കും അലോട്ട്മെൻറ്റ് സ്ലിപ്പിലുണ്ടാവും, അതിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഹയർ ഓപ്ഷന് എനിക്ക് കിട്ടാത്തത് കൊണ്ട് എനിക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ ആ സ്കൂളിൽ പോയിട്ട് താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്നത്. താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പല കുട്ടികൾക്കും പല അബദ്ധങ്ങളും സംഭവിക്കാറുണ്ട്. ഒരു പക്ഷേ ആ കുട്ടി പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഹയർ ഓപ്ഷനിൽ തൊട്ട് മുമ്പുള്ള ഓപ്ഷനിലേക്കാണ് സാധാരണ വരികയാണെങ്കിൽ വരിക. അപ്പോൾ അത് ഈ കുട്ടി വിചാരിച്ച സ്കൂളായിരിക്കില്ല. അപ്പോൾ ഈ കുട്ടി വിചാരിക്കുന്നത് ഈ സ്കൂൾ കിട്ടിയാലേ ചേരൂ എന്ന രീതിയിലുള്ള ചില അബദ്ധങ്ങൾ കുട്ടികൾ സംഭവിക്കാറുണ്ട്. അത് കുട്ടികൾ ചേരാതെ അഡ്മിഷൻ എടുക്കാതെ അവസാനം ഔട്ടായി പോകും. അപ്പോൾ അതിൽ നമുക്ക് കുട്ടികൾക്ക് കൃത്യമായൊരു ഡയറക്ഷൻ നൽകിയാൽ നന്നാവും തോന്നുന്നു. അതിൽ തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കിട്ടിയെങ്കിൽ അതിൽ പിന്നെ ചോയ്സ് ഇല്ല കുട്ടിക്ക്. കാരണം നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് കിട്ടിയിട്ടില്ല, അവിടെ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം, ഫീസ് അടക്കണം. 1ൽ താഴെയുള്ള ഓപ്ഷനുകളാണെങ്കിൽ കുട്ടിക്ക് ആവശ്യമെങ്കിൽ കുട്ടി ഇഷ്ടപ്പെടുന്ന, കുട്ടി ആഗ്രഹിക്കുന്ന ഓപ്ഷൻ വരുന്നത് വരെ കാത്തിരിക്കാൻ. അതാണ് താൽക്കാലിക അഡ്മിഷൻ. അവിടെ ഫീസ് അടയ്ക്കേണ്ടതില്ല, സർട്ടിഫിക്കറ്റുകൾ നൽകി താൽക്കാലികമായ അഡ്മിഷൻ നൽകിയാൽ മതി. എപ്പോഴാണോ നമ്മൾ പെർമനൻ്റായി ചേരുന്നത് അപ്പോഴേ ഫീസ് അടയ്ക്കേണ്ടതുള്ളൂ. പക്ഷേ അവിടെ ഒന്നിലധികം ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് മുകളിലുണ്ട്. അതിലേതെങ്കിലും 1, 2 മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ബാക്കിയൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരു 10ാമത്തെ ഓപ്ഷനാണ് ഒരു കുട്ടി കിട്ടിയത്. അതിനു മുമ്പ് 9 ഓപ്ഷനുകളിൽ 2 or 3 സ്കൂളുകളൊക്കെ വരാം. അപ്പോൾ ഈ സ്കൂളിൽ തന്നെയാണ് കുട്ടിക്ക് കിട്ടേണ്ടത്. മറ്റ് സ്കൂളുകൾ കുട്ടി ഓപ്ഷൻ എടുത്ത മറ്റ് സ്കൂളുകളൊന്നും ആവശ്യമില്ലെങ്കിൽ അവിടെ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ എന്ന ഒരു അവസരമുണ്ട്. അതായത് നമുക്ക് നമ്മൾ നേരത്തെ കൊടുത്ത ഓപ്ഷനുകളിൽ ചില ഓപ്ഷനുകൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് ഈ സ്കൂളിൽ തന്നെ 1 or 2 ഓപ്ഷനുകൾ ഹയർ ഓപ്ഷൻ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളത് ക്യാൻസൽ ചെയ്യാം. ഇനി അതല്ല, കുട്ടി സയൻസാണ് വേണമെന്ന് ആഗ്രഹിച്ച് 1ാം ഓപ്ഷൻ കൊടുത്തു, പക്ഷേ കുട്ടിക്ക് ഹ്യൂമാനിറ്റീസാണ് കിട്ടിയത്. അപ്പോൾ കുട്ടിയും രക്ഷിതാവും ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുകയാണ് ഹ്യൂമാനിറ്റീസിന് പഠിക്കാമെന്ന് തീരുമാനിച്ചാൽ ഇനിയുള്ള മുഴുവൻ ഓപ്ഷനുകളും ക്യാൻസൽ ചെയ്ത് ആ കുട്ടിക്ക് ഹ്യൂമാനിറ്റീസിൽ തന്നെ സ്ഥിരമായി പ്രവേശനം നേടുകയും ചെയ്യാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എളുപ്പമായിരിക്കും. ഇതല്ലെങ്കിൽ നമ്മൾ ഹയർ ഓപ്ഷൻ ക്യാൻസലൊന്നും ചെയ്യാതെ നമ്മൾ താൽക്കാലികമായി ചേർന്നു, പിന്നെ ഏത് സ്കൂളിലാണോ 2ാമത്തെ ഓപ്ഷനിൽ കിട്ടുന്നത്, നമ്മൾ ഈ സ്കൂളിലൊന്നും ആവില്ല, കുറച്ച് ദൂരമുള്ള സ്കൂളായിരിക്കും 2ാമത്തെ ഓപ്ഷനിൽ കിട്ടുന്നതെങ്കിൽ അവിടെ പോയി ചേരേണ്ടി വരും. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിക്ക് താൽക്കാലിക അഡ്മിഷൻ എടുത്തൊരു സ്കൂളിൽ, അപ്പോൾ ഹയർ ഓപ്ഷനിൽ വേറൊന്നും പിന്നെ അടുത്ത അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അതിൽ കുട്ടിക്ക് കിട്ടിയില്ല. അപ്പം നിലവിൽ താൽക്കാലിക അഡ്മിഷൻ കിട്ടിയത് എവിടെയാണോ അവിടെ തന്നെയാണ് കുട്ടിയുള്ളത്. അതിൽ പിന്നെ സബ്ജക്റ്റ് കോഡ് മാറിയിട്ടില്ല, സ്കൂൾ മാറിയിട്ടില്ല, അങ്ങനെ തന്നെയുള്ളത്.
അപ്പോൾ രണ്ടാമതൊരു തവണ കൂടി അങ്ങനെ താൽക്കാലികമായി ഇരിക്കാനുള്ള അവസരം ഉണ്ടാവും? ഉണ്ട്. ഒന്നാമത്തെ അലോട്ട്മെൻറ്റിലും രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലും കുട്ടിക്ക് താൽക്കാലികമായിട്ട് തുടരാൻ. എന്നാൽ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് അവിടെ ഏതെങ്കിലും ഒരു കോഴ്സിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ നമുക്ക് കിട്ടിയിടത്ത് തന്നെ നമ്മൾ ചേരണം. പിന്നീട് അവസരങ്ങൾ പിന്നെയുണ്ട് കുട്ടിക്ക്. കോഴ്സുകൾ തമ്മിൽ മാറാനുള്ള ട്രാൻസ്ഫർ വരും, അതേപോലെ സ്കൂളുകൾ തമ്മിൽ മാറാനുള്ള ട്രാൻസ്ഫറൊക്കെ വരും. അത്തരം അവസരങ്ങളിലൊക്കെ കുട്ടിക്ക് ഇഷ്ടമുള്ള കോഴ്സിലേക്കോ ഇഷ്ടമുള്ള സ്കൂളിലേക്കോ മാറാനുള്ള അവസരമുണ്ട്. പക്ഷേ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ പിന്നീട് താൽക്കാലികമായി നിലനിൽക്കാൻ കഴിയില്ല. അവിടെ നമ്മൾ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ എവിടെയാണോ കിട്ടിയത് അവിടെ നമ്മൾ സ്ഥിരമായി ഫീസ് അടച്ച് ചേരണം. താൽക്കാലിക അഡ്മിഷൻ നേടിയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി വിചാരിച്ച അവരിഷ്ടപ്പെടുന്ന സ്കൂളിലേക്കാണ് താൽക്കാലിക അഡ്മിഷൻ എടുത്തത്. കാരണം വിചാരിച്ചിട്ടുള്ള സബ്ജക്റ്റ് കോഡിലല്ലാത്തത് കൊണ്ടാണ് താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്നത്. പക്ഷേ അടുത്ത അലോട്ട്മെൻറ്റ് വന്നപ്പോൾ കുട്ടിക്ക് വേറെ ഏതോ സ്കൂളിലാണ് കിട്ടിയത്. അപ്പോൾ ഈ കുട്ടി ഈ സ്കൂൾ കിട്ടാത്തത് കൊണ്ട് ആ വേറെ കിട്ടിയിട്ടുള്ള സ്കൂളിലേക്ക് പോയി അഡ്മിഷൻ എടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ പൊതുവെ പല കുട്ടികൾക്കുണ്ട്. ഇവിടെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും കാത്തിക്കുകയാണ്. അങ്ങനെ കാത്തു നിന്ന് പിന്നെ അഡ്മിഷൻ്റെ ഇതിൻ്റെ പ്രോസസ്സിൻ്റെ സമയം കഴിഞ്ഞാൽ ഈ കുട്ടി ഓട്ടോമാറ്റിക്കലായി ഈ ലിസ്റ്റിൽ നിന്ന് ഔട്ടാവും. പിന്നെ കുട്ടിക്ക് അഡ്മിഷൻ അവസരം ഉണ്ടാവും? ഏകജാലകത്തിൽ നിന്ന് ഒരിക്കൽ ഔട്ടായ കുട്ടിക്ക് പിന്നീട് അവസരം ഉണ്ടാവില്ല. നേരെ മറിച്ച് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തൊരു കുട്ടിയാണ് ഒന്നാമത്തെ ഘട്ടത്തിൽ, ഇപ്പോൾ 20 തീയതി വരെയുള്ള സമയത്ത് അപേക്ഷിക്കാൻ കഴിയാത്തൊരു കുട്ടിയാണെങ്കിൽ സപ്ലിമെൻ്ററിയിൽ എന്ത് ചെയ്യാം, ആ കുട്ടിക്ക് വീണ്ടും അപേക്ഷിക്കാം. എന്നാൽ ഏകജാലക സംവിധാനത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് ചേരാതിരിക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് TC വാങ്ങി പോവുകയൊക്കെ ചെയ്ത് കുട്ടിക്ക് വീണ്ടും ഏകജാലകത്തിൽ ഈ വർഷം അപേക്ഷിക്കാൻ കഴിയില്ല, അടുത്ത വർഷത്തിൽ പോയി. ഈ കമ്മ്യൂണിറ്റിയിൽ കിട്ടിയ കുട്ടി അഡ്മിഷനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് റാങ്ക് ലിസ്റ്റ് സ്വാഭാവികമായിട്ട് അതാത് സ്കൂളിലെ ഓഫീസാണ് എന്താണ് റാങ്ക് ലിസ്റ്റ് പുറത്തേക്ക് അവർ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അത് ആ സ്കൂളിൽ തന്നെ പോയിട്ട് കുട്ടീൻ്റെ റാങ്ക് ലിസ്റ്റ് ഉറപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലൂടെ അത് കണ്ടെത്തുകയോ ചെയ്യാന്നുള്ളതാണല്ലോ. തീർച്ചയായും. ഓക്കെ. അപ്പോൾ അതിൽ ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയ കുട്ടി ഇപ്പോൾ ഏകജാലകത്തിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതേസമയം ഈ കമ്മ്യൂണിറ്റിയിൽ കുട്ടി ആഗ്രഹിച്ചുള്ള വിഷയത്തിലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുട്ടിക്ക് ഈ കമ്മ്യൂണിറ്റി തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പിന്നീട് ഏകജാലകത്തിൽ കുട്ടിക്ക് അഡ്മിഷൻ സാധ്യത ഉണ്ടാവില്ല എന്ന് മാത്രം. അപ്പോൾ ഏകജാലകത്തിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കോഴ്സ് ഈ കോമ്പിനേഷനും അതേപോലെ തന്നെ സ്കൂൾ കോഡൊക്കെ സ്കൂൾ കോമ്പിനേഷനൊക്കെ മാറാൻ ഒരവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏകജാലകത്തിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടിക്ക് മാത്രമേ അവസരം ഉണ്ടാവും എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകത. കമ്മ്യൂണിറ്റിക്ക് അത് സ്കൂൾ കോമ്പിനേഷനുകൾ തമ്മിൽ മാറാനും സ്കൂളുകൾ തമ്മിൽ മാറാനും ജില്ലകൾ തമ്മിൽ മാറാനൊക്കെ അവസരം കൊടുക്കാറുണ്ട്. അതേ സ്ഥാനത്ത് മാനേജ്മെൻറ്റിലും കമ്മ്യൂണിറ്റിയിലും അങ്ങനത്തെ ഒരു അവസരം ഇല്ല എന്നത് പ്രത്യേകം. അപ്പോൾ ഏകജാലകത്തിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടി ഈ കമ്മ്യൂണിറ്റിയിലേക്ക് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഇതിനി ഇവൾ വിചാരിക്കുന്ന കോഴ്സ് വേറെ ഏതെങ്കിലും സ്കൂളിലേക്ക് അവസരം ഉണ്ടെങ്കിൽ ട്രാൻസ്ഫറിന് അവസരമുണ്ട്. നമ്മളിവിടെ പരാമർശിക്കാതെ പോയ ഒരു കാര്യം ആണ് സ്പോർട്സ് കോട്ട. അതെ, നമ്മൾ മാനേജ്മെൻറ്റും ഇതൊക്കെ പറഞ്ഞു. സ്പോർട്സ് കോട്ട അഡ്മിഷന് കൂടി നമ്മൾ ഇവിടെ പരാമർശിക്കണമെന്ന് തോന്നുന്നു. അതെ, അതിൻ്റെ ഡേറ്റും അതേപോലെ തന്നെ പിന്നെ അതിൻ്റെ ഒരു പ്രൊസീജിയറും പറഞ്ഞാൽ നന്നാവും. അതിൽ സ്പോർട്സ് കോട്ടയുടെ കാര്യത്തിൽ നമ്മൾ ജില്ലാ സംസ്ഥാന തലങ്ങളിലൊക്കെ സ്പോർട്സിൽ സർട്ടിഫിക്കറ്റുകളും അതേപോലെ സമ്മാനങ്ങളൊക്കെ നേടിയ കുട്ടികൾക്ക് അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വെരിഫിക്കേഷൻ ഉണ്ട്. അതിൽ കുട്ടികൾ പങ്കെടുക്കണം. അത് മെയ് 23 മുതൽ 28 വരെയുള്ള സമയത്താണ് സ്പോർട്സ് കൗൺസിലിൻ്റെ വെരിഫിക്കേഷൻ ഉണ്ടാകും. ഈ വെരിഫിക്കേഷനിലൂടെ സ്പോർട്സ് കൗൺസിൽ അവർക്കൊരു സ്കോർ കാർഡ് നൽകും, അവരുടെ പ്രകടനത്തിനനുസരിച്ചുള്ള സ്കോർ കാർഡ്. ആ സ്കോർ കാർഡ് വെച്ചാണ് അവർ ഓൺലൈൻ അപേക്ഷ നൽകേണ്ടത്. അത് മെയ് 24 മുതൽ അവർക്ക് ഓൺലൈനിൽ സ്പോർട്സ് കോട്ടയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ 3-നാണ്. അപ്പോൾ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കുന്ന കുട്ടിക്ക് ജനറൽ മറ്റു കുട്ടികൾ അപേക്ഷിക്കുന്നത് പോലെ സിംഗിൾ വിൻഡോയിലും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മെറിറ്റ് അടിസ്ഥാനത്തിലൊരു കുട്ടിക്ക് നല്ല മെറിറ്റ് ഉണ്ടെങ്കിൽ, സ്പോർട്സിലുള്ള കുട്ടി തന്നെ നല്ല മാർക്കുള്ള കുട്ടിയാണെങ്കിൽ അവന് സ്പോർട്സ് കോട്ടയിലല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മെറിറ്റിൽ സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാം. ഇനി അല്ലാത്ത കുട്ടികൾക്ക് സ്കോർ കാർഡ് വെച്ചിട്ടും അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. ഈ IED കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുമല്ലോ? അവർക്ക്
പറ്റും. അവർക്ക് സർട്ടിഫിക്കറ്റ് വേണം, നേരത്തെ പറഞ്ഞ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ അഡ്മിഷൻ നേടിയാൽ പിന്നെ നമുക്ക് ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പറഞ്ഞ പോലെ ആ കുട്ടിക്കിപ്പോൾ അവരെടുത്തിട്ടുള്ള വിഷയത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നു, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ പിന്നെ മാറാൻ യാതൊരു തരത്തിലും നിർവാഹമില്ല. അതേസമയം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പിന്നെ കോഴ്സ് കോമ്പിനേഷൻ അതുപോലെ തന്നെ സ്കൂള് ഇതൊക്കെ മാറാനുള്ള ഒരു അവസരം ഗവൺമെൻറ് കൊടുക്കാറുണ്ട് അവസാനം. കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മാറാലോ? മാറാം. ഓക്കെ. അപ്പോഴേ ഇതിന് അവസരമുള്ളൂ, മാറാനുള്ള അവസരമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപേക്ഷ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന വലിയ പ്രത്യാഘാതങ്ങളാണ് ഇതൊക്കെ എന്നുള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിലുള്ള ആശങ്കകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇത് പിന്നെ ഇതിൻ്റെ കൃത്യമായ 10-30ഓളം പേജുള്ള ഒരു മാർഗരേഖ ഹയർ സെക്കൻഡറി വിങ് ഇറക്കിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക. അതിലുള്ള കോഴ്സുകൾ, കോമ്പിനേഷൻ, അങ്ങനത്തെ സംഗതികളൊക്കെ കൃത്യമായിട്ട് അതിന് ലഭിക്കും. അതേപോലെ ഈ പറഞ്ഞ HS ക്യാപ്പ് തുറന്നാൽ കേരളത്തിലെ എല്ലാ സ്കൂളുകളും ആ സ്കൂളുകളിലുള്ള കോഴ്സുകളും കോഴ്സ് കോഡുകളും നമുക്ക് തന്നെ സ്വയം കണ്ടെത്താൻ പറ്റും. പിന്നെ ഈ അപേക്ഷാ സമർപ്പണം തന്നെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളുകളിലെ ഹെൽപ്പ് ഡെസ്കുകൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ കാറ്റഗറി അതേപോലെ ഓപ്ഷൻസ് അതൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ശ്രദ്ധ. പിന്നെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾ വരുന്ന സമയത്ത് ആ കൃത്യസമയത്ത് അതിൻ്റെ അലോട്ട്മെൻറ്റൊക്കെ ഒന്ന് നോക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ വളരെ സങ്കീർണമല്ല, വളരെ സിമ്പിളായിട്ട് ഓരോരുത്തർക്കും ഓരോ കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ഈ ഹയർ സെക്കൻഡറി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. തീർച്ചയായും. അപ്പോൾ അത് അങ്ങനെ അപേക്ഷിക്കാനും അതുപോലെ ഞാൻ എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ നേരത്തെ പോലെ വ്യത്യസ്തങ്ങളായ ഹെൽപ്പ് ഡെസ്കുകൾ നമ്മുടെ സ്കൂളുകളിലുണ്ട്. അതേപോലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരുടെ ക്ലബ്ബുകളിലും സംഘടനകളിലൊക്കെ അതിൻ്റേതായ സെറ്റപ്പുകളുണ്ട്. ആ നിലക്കുള്ള സഹായം തേടിക്കൊണ്ട് തന്നെ വളരെ നല്ല രൂപത്തിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. അപേക്ഷ അങ്ങനെ സമർപ്പിക്കാവുന്നതാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതുതായി അഡ്മിഷൻ എടുക്കാവുന്ന നമ്മുടെ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് പൊതുവായി നൽകുന്ന എന്തെങ്കിലും ഉപദേശങ്ങളുണ്ടെങ്കിൽ അൻവർ മാഷ് നൽകിയാൽ നന്നാവും. നേരത്തെ നമ്മൾ 3 എപ്പിസോഡുകളിലായി അപേക്ഷാ സമർപ്പണവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതിൽ നിർദ്ദേശങ്ങൾ അത് ഗവൺമെൻറ്റിൻ്റേതായിരുന്നാലും വെബ്സൈറ്റിൻ്റെതായ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. അതേപോലെ തന്നെ അതിൻ്റെ പാസ്വേഡുകളും മറ്റും ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആശങ്കകളില്ലാത്ത ഒരു അഡ്മിഷൻ പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയും. അതിലൊക്കെ ചെറിയ ചെറിയ പാളിച്ചകൾ വരുമ്പോഴാണ് ഇതൊക്കെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കൊക്കെ വലിയ ആശങ്കയായിത്തീരുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഓരോ കുട്ടിക്കും 10ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടിക്ക് അവൻ്റെ രക്ഷിതാവിനും സ്വന്തമായി ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതിലൊക്കെ ഉള്ളത്. അതിലെന്തെങ്കിലും സംശയങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ തൊട്ടടുത്ത അവരെ പഠിപ്പിച്ച അധ്യാപകരോ സ്കൂളിലൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് തിരുത്താവുന്നതാണ്. ഏതായിരുന്നാലും ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സിൽ നന്നായി ഉൾക്കൊള്ളാനും ഉയർന്ന വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നത്തിലെത്തുവാനും വലിയ അവർ ആഗ്രഹിച്ചിടത്ത് അഡ്മിഷൻ കിട്ടുവാനും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.